Hello viewers, Namaste, welcome back to my video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ ഓപ്ഷൻ ബയർ ആയിരുന്നുകൊണ്ട് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് കിട്ടുമോ എന്നാണ്. ഉത്തരം കിട്ടും എന്ന് തന്നെയാണ്. അത് നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു സിസ്റ്റം ഫോളോ ചെയ്യണം. നമ്മുടെ സോഫ്റ്റ്വെയർ ടെക്നിക്കൽ അനലൈസിസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് ഇൻ ദ മണി, അറ്റ് ദ മണി, ഔട്ട് ഓഫ് ദ മണിയിൽ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. എൻ്റെ പേര് ഗംഗ. 9061973737 ഇതെൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ കൂടിയാണ്. താഴെ എൻ്റെ നമ്പർ ഡിസ്പ്ലേ ആവുന്നുണ്ട്. അതുപോലെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഇട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാവുന്നതാണ്. നമ്മുടെ ഓഫീസ് ഇവിടെ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്താണ്. ഡയറക്റ്റ് വന്ന് കാണുന്നുണ്ടെങ്കിലും വരാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്ന നിഫ്റ്റിയാണ്. നമ്മൾ രാവിലെ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ അണ്ടർലൈൻ അസറ്റ് ഏത് ട്രെൻഡിലാണെന്ന് നോക്കിയിട്ടാണ് അവിടെ നിന്നാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. ഇപ്പോൾ നിഫ്റ്റി 18,875 നിൽക്കുവാണ്. ഇത് റിയൽ ടൈം ആണ്. അപ്പോൾ ഇതിനകത്തൊരു വൈറ്റ് വെർട്ടിക്കൽ ലൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഡേ സെപ്പറേഷൻ ലൈനാണ്. ഓരോ ദിവസവും സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനാണ്. ഇതിനകത്തൊരു റെഡ് ഡൗൺ ആരോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് സെല് ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. അതായത് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന സിഗ്നലാണ്. സിഗ്നൽ വരുമ്പോൾ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ അലേർട്ട് മുഖേന ഇൻഡിക്കേഷൻ തരും ഇങ്ങനെ സിഗ്നൽ വന്നു എന്നുള്ള. അതുപോലെ ഏറ്റവും മുകളിൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. നമുക്ക് ഈ സെൽ വരുമെന്ന് വെച്ചാൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. ബൈ വരുമെന്ന് വെച്ചാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. അതുപോലെ തന്നെ സോഫ്റ്റ് നമുക്ക് കറക്റ്റ് പ്രൈസ് കാണിച്ചിടും. ഏത് ലെവലാണ് നിഫ്റ്റി സെല്ല് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ബൈ വന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ലൈവിൽ വർക്ക് ചെയ്യുന്നത് സെല്ലായതുകൊണ്ട് ഞാൻ സെല്ലിൽ പറഞ്ഞുതരാം. സെല്ലായിട്ട് 19,008, അതായത് സോഫ്റ്റ് ഇവിടെ കാണിച്ചു വന്ന് ഈ ലെവലിലാണ് നമുക്ക് നിഫ്റ്റി സെല്ല് വന്നിരിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻ ദ മണി എടുക്കാം, അറ്റ് ദ മണി എടുക്കാം, ഔട്ട് ഓഫ് ദ മണി എടുക്കാം. നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് ഇതിൻ്റെ സ്ട്രൈക്ക് സെലക്ഷൻ ചെയ്യാവുന്നതാണ്. 19,008 നിന്ന് നമ്മളൊരു ഇൻ ദ മണി ട്രേഡ് ആണെങ്കിൽ ഒരു 100-200 പോയിന്റ് കയറ്റി എടുക്കാം. 19,100 എടുക്കാം. നിങ്ങളുടെ അറ്റ് ദ മണി എടുക്കുന്ന ആളാണെങ്കിൽ 19,000 എടുക്കാം. ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ 18,900 അങ്ങനെ ആ ലെവലിൽ എടുക്കാം. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ WinTrader സോഫ്റ്റ്വെയറിൽ നമുക്ക് ഓപ്ഷൻ ചെയിൻ അവൈലബിൾ ആണ്. അപ്പം ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻ ദ മണിയോ അറ്റ് ദ മണി ഞാൻ 3 ഇതിനകത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന 19,100 ഇൻ ദ മണി ചാർട്ടാണ് ുണ്ടെങ്കിൽ നമുക്ക് ആ മെയിൻ കൺഫർമേഷൻ വരേണ്ട ഓപ്ഷൻ പ്രീമിയം ചാർട്ടിലാണ്. കാരണം അവിടെയാണ് നമുക്ക് ഓപ്ഷൻ ബയറായി നമുക്ക് അവിടെ ബൈ സിഗ്നലേ കാണിക്കാവുള്ളൂ. അവിടെ ബൈ സിഗ്നൽ വന്ന ശേഷം അത് കൺഫേം ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. ഒരു 80-90% ആക്യുറസി നിങ്ങൾക്ക് പക്ക അവിടെ കിട്ടും. ഇപ്പം നമുക്ക് ഫസ്റ്റ് ഞാൻ 19,100 കാണിക്കാം. 19,100 ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് 19,100 തന്നെ ചാർട്ടാണ്. ഇവിടെ നോക്കൂ, നമുക്ക് ബൈ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 104.70 ബൈ പറഞ്ഞിരിക്കുന്നത്. വൈറ്റ് വെർട്ടിക്കൽ ലൈൻ ഡേ സെപ്പറേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ എന്താണ് അവിടെ ബൈ സിഗ്നലുണ്ട്. ഇനി ഇത് കൺഫേം ആണ്, നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യും. ഞാൻ പറഞ്ഞ ക്രൈറ്റീരിയ നിങ്ങൾ ചെക്ക് ചെയ്യും. താഴത്തെ ബാർ എന്തായാലും ഗ്രീൻ ആണ്, പ്രൈസ് എന്താണ് ബൈ സോൺ ആണ്. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ പാർട്ട് നമ്മുടെ ഓക്കെയാണ്. 104.70 അതായത് 19,100 പ്രീമിയം സോഫ്റ്റ് ബൈ ചെയ്യാൻ പറഞ്ഞത് 104.70 നമ്മൾ കൺഫേം ആയതുകൊണ്ട് അതിൽ ട്രേഡ് എടുത്തു. താഴെ നമുക്ക് 3 ടാർഗറ്റ് സോഫ്റ്റ് നമുക്ക് സിഗ്നൽ വന്ന ഉടനെ അത് കൺഫേം ആണെങ്കിൽ ഇല്ലെങ്കിലും നമുക്കൊരു സിഗ്നൽ രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ താഴത്തെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് എല്ലാം ഡിസ്പ്ലേ വരും. നമ്മൾ കൺഫേം ആണെങ്കിൽ എടുക്കുക. 3 ടാർഗറ്റ് താഴെയുണ്ട്. ആ ടാർഗറ്റെല്ലാം അടിച്ച ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, നമുക്കൊരു താഴെ ഒരു ബ്ലൂ സ്റ്റാർ കണ്ടോ, അതെന്താണ് സപ്പോർട്ട് ചെയ്യുന്ന ലെവലാണ്. അതുപോലെ റെഡ് സ്റ്റാർ റെസിസ്റ്റിനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറുവാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എടുത്തത്? നിഫ്റ്റിയുടെ മെയിൻ ചാർട്ടിനെ ബേസ് ചെയ്ത് അതിൻ്റെ പ്രൈസിനെ ബേസ് ചെയ്താണ് നമ്മൾ ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അത് നമ്മൾ ആ ഓപ്ഷൻ ചാർട്ടിൽ നോക്കി കൺഫർമേഷൻ ചെക്ക് ചെയ്ത ശേഷം എടുത്തു. ഇതിപ്പോൾ ഞാൻ ഇൻ ദ മണി. അപ്പോൾ നമ്മൾ അറ്റ് ദ മണിയാണെങ്കിൽ ഞാൻ 19,000 നമുക്ക് ബൈ വന്നിട്ടുണ്ട് സെയിം ടൈമിൽ. അപ്പോൾ അവിടെ എന്താ 43 വന്ന ബൈ ആണ്. ഇപ്പോൾ 151 വന്ന് നിൽക്കുവാണ്. നല്ല രീതിയിൽ മാർക്കറ്റ് കയറി. ഇത് ഞാൻ കാണിച്ചത് എന്താണ് അറ്റ് ദ മണി. ഇനി ഞാൻ ഔട്ട് ഓഫ് ദ മണി എടുക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദ മണി 14 വന്നതാണ്. 14.45 45 വന്നതാണ്. അതിപ്പം 64 നിൽക്കുക. 64 ഇപ്പോൾ ചെറുതായിട്ട് ഇറങ്ങിയിട്ടാണ്. ആക്ച്വലി ഇത് കയറിയിരിക്കുന്നത് വെച്ചാൽ 74-70 വരെ കയറിയിട്ടാണ് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഇറങ്ങിക്കുന്നത്. അപ്പോൾ ഓപ്ഷനിൽ ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ഓപ്ഷൻ ബയറായി നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ 100% നിങ്ങൾക്ക് മന്ത്ലി റിട്ടേൺ നമുക്ക് ഗ്യാരണ്ടിയോട് പറയാൻ പറ്റും.
14 വർഷമായിട്ട് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി സോഫ്റ്റ് ചെയ്യുന്നതാണ്. ഓപ്ഷൻസ്, ഇക്വിറ്റീസ്, കമോഡിറ്റീസ്, ഫോറക്സ്, കോമെക്സ്, അഗ്രി എല്ലാ മാർക്കറ്റിനും ഒരു സ്ട്രാറ്റജി നമുക്ക് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നമുക്ക് ഓപ്ഷൻ തന്നെ പ്രീമിയം ചാർട്ട് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസ് നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അപ്പം നിങ്ങൾക്ക് ഇതൊരു പഠിച്ചെടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിക്കുക. എൻ്റെ പേരും നമ്പേഴ്സ് താഴെ ഡിസ്പ്ലേ ആകുന്നുണ്ട്. അതുപോലെ ഓഫീസിൽ വരണമെന്നുണ്ടെങ്കിൽ ഓഫീസിൽ വരാവുന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടതിന് നന്ദി.